യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന 2 പ്രതികളെ കൂടി വാളയാറിൽ നിന്നും പിടികൂടി. ആളൂർ പടിയൂർ സ്വദേശി കോഴിപ്പറമ്പിൽ അനന്തുവിനെ മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് വെടിമറ കാഞ്ഞിരപ്പറമ്പിൽ വീട്ടിൽ അബ്ദുള്ള, നോർത്ത് പറവൂർ പെരുമ്പടന്ന കടുവാപ്പറമ്പിൽ വീട്ടിൽ ഗോഡ്ലി എന്നിവരെ അറസ്റ്റ് ചെയ്തത്. 2024 ഡിസംബർ 25 രാവിലെ 10:30 കൊമ്പടിഞ്ഞാമാക്കളിൽ നിന്ന് അനന്തു സഞ്ചരിച്ചിരുന്ന കാറടക്കം തട്ടിക്കൊണ്ടുപോയി വെടിമറയിലുള്ള ഖുറേഷി എന്നയാളുടെ ഹോട്ടലിൽ എത്തിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച അബ്ദുള്ള, ഗോഡ്ലി എന്നിവരെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വാളയാറിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ഡാൻസ് ഓഫ് ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് എന്നിവരുടെ സഹായത്തോടെയാണ് പ്രതികളെ പിടികൂടിയത്. അനന്തവും സുഹൃത്തുക്കളും ചേർന്ന് 50 ലക്ഷം രൂപ കവർച്ച ചെയ്തിരുന്നു. ഈ സംഭവത്തിൽ മരട് സ്റ്റേഷനിൽ കേസുണ്ട്. ഇവർ കവർന്ന പണം അപഹരിക്കുന്നതിനു വേണ്ടിയാണ് 10 പേരടങ്ങുന്ന സംഘം അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയത്. കേസിൽ തൃശൂർ റൂറൽ SP ബി കൃഷ്ണകുമാർ IPS പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് അന്വേഷണം നടത്തിവരികയായിരുന്നു. മുക്താർ, മുഹമ്മദ് ഷമീം, ഖുറൈഷി, ഷാജി, നിഷാന, ഫാരിസ്, റൊണാൾഡ്, റിച്ചാർഡ് എന്നീ 7 പ്രതികളെ മുൻപ് പിടികൂടി ജയിലിൽ അടച്ചിരുന്നു. അബ്ദുള്ളയുടെ പേരിൽ നോർത്ത് പറവൂർ പോലീസ് സ്റ്റേഷനിലും ആളൂർ പോലീസ് സ്റ്റേഷനിലും ആലുവ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലുമായി ഒരു വധശ്രമ കേസും 6 അടിപിടി കേസുകളും ഒരു തട്ടിക്കൊണ്ടുപോകൽ കേസുമടക്കം 14 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഗോഡ്ലിയുടെ പേരിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഒരു തട്ടിപ്പ് കേസുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ മുങ്ങിയ ഇവർ പല സ്ഥലങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു. പ്രതികളുമായി സംഭവസ്ഥലമായ വെടിമറയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPS, ഇരിങ്ങാലക്കുട DYSP സുരേഷ് KG, ആളൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഷാജിമോൻ, സബ് ഇൻസ്പെക്ടർമാരായ അഫ്സൽ M, CS സുമേഷ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ജീവൻ ES, വിശാഖ്, സിവിൽ പോലീസ് ഓഫീസർമാരായ നിഖിൽ, ആഷിഖ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട.